ഇപ്പോൾ ഈ മണിക്കൂറിലും കത്തിക്കുത്തും കൊലപാതക ശ്രമവും ഒക്കെ നടക്കുകയാണ്. കൊല്ലം നല്ലില പള്ളിവേട്ടക്കാവിലെ കടയിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു എന്ന വാർത്ത വരുന്നു. ഗൂഗിൾ പേയിൽ നൽകിയ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ സംഘർഷത്തിൽ കലാശിച്ചത്. അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ജി നാഥുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഗൂഗിൾ പേ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കത്തിക്കുത്തിൽ കലാശിക്കുക. ദൃശ്യങ്ങളിൽ ആ മുണ്ടെടുത്ത ആളുടെ കയ്യിൽ വലിയൊരു ആയുധമുണ്ട്. തിരിച്ചും ഒരാൾ അതേ രീതിയിൽ ആക്രമിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കൊല്ലം നല്ലില പള്ളിവേട്ടക്കാവിൽ ഈ ഉടമയ്ക്കാണ് കുത്തേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 പ്രതി എത്തുന്നത്. പ്രതി എത്തി ഗൂഗിൾ പേയിൽ 200 രൂപ നൽകുന്നു. ശേഷം ആ പണം, ഗൂഗിൾ പേയിൽ അയച്ച പണം കയ്യിൽ നൽകാൻ ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ അതിക്രമത്തിലേക്ക് കലാശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനശ്വര സൂചിപ്പിച്ചതുപോലെ കയ്യിൽ കത്തി കരുതിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുൻവൈരാഗ്യമുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം ഈ കടയുടമയുമായി ബന്ധപ്പെട്ട് നിന്നവരാണ് ചെറുക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഈ പൈസയുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമാണോ, ഈ ആയുധം കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന രണ്ട് ചോദ്യമാണ് പോലീസിന് മുന്നിലുള്ളത്. എന്തായാലും പോലീസ് പ്രതി എബിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുത്തേറ്റത് നെടുമ്പന സ്വദേശി ജോയിയാണ് ഈ കട നടത്തുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ ഈ പൈസയ്ക്കപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. നിലവിൽ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ശരി, രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.